ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഹെയർ കെയർ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹെയർ ഓയിലിങ്ങിൻ്റെ ബെനിഫിറ്റ്സും ഹെയർ ഓയിലിംഗ് എങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ വീട്ടിൽ തന്നെ കാച്ചിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എണ്ണ കാച്ചുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണയും അതുപോലെ തന്നെ മില്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് മേടിച്ചിട്ടുള്ള എണ്ണയാണ്. പാക്കറ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ മാക്സിമം നോക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. റോസ്മേരിയുടെ ഇലയാണിത്. ഇത് പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. റോസ്മേരിയുടെ ഇല അതൊരു പാക്കറ്റിലാണ് വരിക. 50 രൂപ എന്തോ ആണ് അന്ന് റേറ്റ് ആയത്. ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇതും നമുക്ക് വേണം. പിന്നെ വേണ്ടത് അലോവേര ഞാൻ ഞങ്ങൾക്കിവിടെ ചെടിയുണ്ട്, അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ടുള്ളതാണ്. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ ഇടണം. ഉലുവ ഇട്ട് അത് നല്ല പൊട്ടി കറുത്ത് വരുന്ന സമയത്ത് റോസ്മേരിയുടെ ഇല അതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എണ്ണയൊക്കെ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് അലോവേര ആഡ് ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അലോവേര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് പൊട്ടിത്തെറിക്കണ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അലോവേര ആഡ് ചെയ്ത് കഴിഞ്ഞ് അത് നല്ലപോലെ ഒന്ന് ചുരുങ്ങി വരും. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പിന്നെ അത് ഇളക്കി നല്ലപോലെ ഈ ഇൻഗ്രീഡിയൻസ് കറക്കുന്നത് വരെ നല്ല രീതിക്ക് നമ്മളിത് കാച്ചിയെടുക്കണം. കണ്ടോ, ഇതാണ് ഫൈനൽ കളർ എന്ന് പറയുന്നത്. നമ്മുടെ ഓയിൽ ഈ ഒരു കളറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഹെയർ ഓയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.